ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. 2026 ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ എന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2026 ഫസ്റ്റത്തെ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന ഒരു സോഴ്സ് ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ എന്തായാലും ലെങ്ത് ആയിരിക്കും, കാരണം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെയിം, അതുപോലെ സെറ്റിങ്സ്, എല്ലാ കാര്യങ്ങളും ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കേട്ടോ. എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജിമെയിൽ ID ഉണ്ടായിരിക്കണം. ജിമെയിൽ ID പാസ്വേഡ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എന്ന് കരുതുന്നു. ഒരു മൊബൈൽ വാങ്ങിയാലും അതിൽ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിമെയിൽ ID മസ്റ്റ് ആണ്. അപ്പോൾ ആ ജിമെയിൽ ID നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ജിമെയിൽ ID എന്തായാലും ക്രിയേറ്റ് ചെയ്യുക. അത് അറിയാത്തവർക്ക് അതിന്റെ ജിമെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, യൂട്യൂബ് എന്നൊരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ സാധാരണ ഏതൊരു വ്യക്തികളും പെട്ടെന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷനിലൂടെ തന്നെയാണ് കയറാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുക, ഇത്തരത്തിലുള്ള പേജ് ആയിരിക്കും കാണുക. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ M എന്ന് ഏറ്റവും താഴെ കണ്ട് MU, അതായത് U എന്നുള്ളത് M, അത് ചാനൽ ജിമെയിൽ ID ഐക്കണാണ് M എന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്താണോ പേര്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലോഗോ ആയിരിക്കും ഇവിടെ കാണുക. നിങ്ങൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ആ പേരിലുള്ള ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് M എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് വേറൊരാളുടെ ജിമെയിൽ ID ആണ് കേട്ടോ, എൻ്റെ ഉള്ളതല്ല. എനിക്ക് ചാനൽ സർവീസുമായി ബന്ധപ്പെട്ട് തന്നപ്പോൾ അവരുടെ ജിമെയിൽ ID ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ ജിമെയിൽ ID ചാനൽ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ ജിമെയിൽ ID ഇത്തരത്തിൽ എടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് എ ചാനൽ. കണ്ടോ, ഈ ഒരു ഭാഗം ക്രിയേറ്റ് എ ചാനൽ. നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവിടെ ക്രിയേറ്റ് എ ചാനൽ നിന്ന് കാണും. അഥവാ ഓൾറെഡി ഇതിൽ ചാനൽ ഉണ്ടെങ്കിൽ വ്യൂ ചാനൽ എന്നാണ് കാണിക്കുക. ഓക്കെ. അപ്പൊ ക്രിയേറ്റ് എ ചാനൽ എന്ന് കാണിക്കില്ല. അപ്പൊ ഞാൻ വേറൊരു ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ക്രിയേറ്റ് എ ചാനൽ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആ പേരിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിക്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പിക്ചർ എന്നുള്ളതിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഗാലറിയിലോട്ട് പോകും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു ഫോട്ടോ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചറിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നെയിം നമുക്ക് ചാനൽ നെയിം ഏതാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചാനൽ നെയിം അത് നിങ്ങൾക്ക് കൊടുക്കാം. ആ നെയിമിൽ തന്നെ ഹാൻഡിൽ നെയിമും കൊടുക്കാം. ഓക്കെ. ഹാൻഡിൽ നെയിം ചിലപ്പോൾ ആ സെയിം നെയിമിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ 1, 2 എന്ന് ഇട്ടാൽ മതി. ആ ഈ ഒരു പെൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1, 2 എന്നുള്ള ഇതോടെ 1, 2, 3, 4 എന്നൊക്കെ കൊടുത്താൽ ഇവിടെ ടിക്ക് മാർക്ക് വരും. ഇവിടെ കണ്ട സെർച്ച് വരുന്നുണ്ട്. ഈ ടിക്ക് മാർക്ക് വന്നാൽ സേവ് എന്ന് കൊടുത്താൽ മതി, സേവ് ആവും. ഓക്കെ. അപ്പൊ സേവ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു കാര്യം ഹാൻഡിൽ നെയിം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ചാനൽ ക്രിയേറ്റ് ആയി എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും വളരെ സിമ്പിൾ ആണ്. എന്നിട്ട് നമുക്ക് സെറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, വേറൊരു വ്യക്തിയുടെ ജിമെയിൽ ID ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ജിമെയിൽ ID മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ക്രിയേറ്റർ ഹെൽപ്പ് മലയാളം, ഓക്കെ, ഈ ഒരു എൻ്റെ തന്നെ ജിമെയിൽ ID ആണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അതേപോലെ പഴയതുപോലെ ഞാൻ കാണിച്ചു തന്ന ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, വ്യൂ ചാനൽ. മുമ്പ് ക്രിയേറ്റ് ചാനൽ എന്നതാണ്. പുതുതായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ക്രിയേറ്റ് ചാനൽ എന്നായിരിക്കും. പക്ഷെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് വ്യൂ ചാനൽ എന്നാണ്. ചാനൽ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ക്രിയേറ്റ് ഹെൽപ്പ് മലയാളം എന്നുള്ള ആ ഒരു ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ വരും. കണ്ടോ, അവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മാനേജ് വീഡിയോ കണ്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഈ പെൻസിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ലോഗോ കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതുപോലെ URL കണ്ട ഹാൻഡിൽ നെയിം ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം കേട്ടോ. ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ എൻ്റെ ചാനലായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഗാലറി പോവാണ്. ഗാലറി പോയ ശേഷം ഇവിടെ നമുക്ക് ഇമേജസ് എടുക്കാം. അതായത് ഡൗൺലോഡ്സിലാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുക, അല്ല എൻ്റെ ഫോട്ടോസ് ഒക്കെ കാണുക. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ.
ഇത് കണ്ടത് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സേവ് എ പ്രൊഫൈൽ പിക്ചർ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ പ്രൊഫൈൽ പിക്ചർ ആ ഒരു റൗണ്ടിന് ആനുപാതകമായിട്ട് ഇവിടെ നമ്മുടെ സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു പ്രോസസ്സിങ് നടന്നു, ഇവിടെ സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് ഹാൻഡിൽ നെയിം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹാൻഡിൽ നെയിം നിങ്ങൾക്ക് കൊടുക്കുക. ചാനൽ നെയിമോട് കൂടിയിട്ടുള്ള ഹാൻഡിൽ നെയിമിൽ അത് അപ്രൂവൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രിയേറ്റ് ഹെൽപ്പ് മലയാളം എന്നാണ്, അപ്പൊ ഇതിൽ അപ്രൂവൽ ആകുന്നില്ലെങ്കിൽ 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ റൗണ്ട് ഇങ്ങനെ സെർച്ച് വരുന്നതായിരിക്കും. എന്നാൽ സ്റ്റിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിമിൽ നമുക്ക് ഹാൻഡിൽ നെയിം സെലക്ട് ആയി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് ക്രിയേറ്റ് ഹെൽപ്പ് അതിൽ തന്നെ ഉണ്ട് വെച്ചാൽ, ക്രിയേറ്റ് ഹെൽപ്പ് മലയാളത്തിൽ തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഈ സെർച്ച് വരും, അതിലും ഉണ്ട്. അപ്പൊ നമുക്ക് അതന്നെ പഴയ തന്നെ വെച്ച് സേവ് ചെയ്യാം. ഓക്കെ, 1 2 3 വേണ്ട. അപ്പൊ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ചാനൽ യു ആർ എൽ ആണ് നമുക്കിപ്പോൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ ചാനൽ യു ആർ എൽ ഇതാണ്, ചാനലിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾക്ക് ChatGPTയുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കിയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത് മസ്റ്റായി കൊടുക്കുക കേട്ടോ. അപ്പൊ അത് എഴുതാൻ അറിയാത്തവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അങ്ങനെ ഐഡിയ ഒക്കെ പറഞ്ഞുതരാം. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ചാനലിന്റെ വിവരണം, നിങ്ങളുടെ എന്താണ് കൺസെപ്റ്റ്, ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ആ പേജിലോട്ട് പോവാണ്. ഈ പെൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു കാര്യം, ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് എനേബിൾ ആണ്. അത് എനേബിൾ ചെയ്ത് ഇട്ടാണ് നല്ലത്. അതെന്താണ് എന്നുള്ളതിന് പറഞ്ഞുതരാം. കീപ് ആൾ മൈ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ്, അതായത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവരെയൊക്കെ മറ്റുള്ളവർ കാണരുത് എന്നുള്ള രീതിക്ക്, അതായത് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് എനിക്കറിയാം, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അപ്പൊ അത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ അത് എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരൊക്കെ കാണുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് എനേബിൾ ചെയ്തിടുക. ഓക്കെ, പിന്നെ ഇവിടെ ചാനൽ ബാനർ, അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം, അത് വളരെ എളുപ്പമാണ്. കാരണം ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ട് മാത്രമായില്ല, ഇനി കൂടുതൽ സെറ്റിംഗ്സ് ഉണ്ട്. ഈ കൂടുതൽ സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇതിലാണ് നമ്മുടെ യൂട്യൂബിന്റെ A to Z കാര്യങ്ങൾ കൂടുതൽ നമ്മൾ സെറ്റിംഗ്സ് ചെയ്യാൻ പോകുന്നത്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഈ സെർച്ച് ബാറിൽ സ്റ്റുഡിയോ ഡോട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ, studio.youtube.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. കാരണം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം, അതിനാണ്. ഇത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് വെർഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് കണ്ടു, ഇപ്പൊ എന്റെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ എന്റെ യൂട്യൂബ് സ്കോർ മലയാളം ചാനൽ തന്നെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. വന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അപ്പൊ ഈ കമ്പ്യൂട്ടർ മോഡിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടെങ്കിൽ വേറൊരു ചാനലിലോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ചാനലൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ചാനലോടുകൂടി പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തല്ലോ അതന്നെ വരും. ചാനലിലുള്ള ആളാണെങ്കിൽ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള Gmail ID ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ബ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൽ ഇമെയിൽ ID ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ഹെൽപ്പ് മലയാളം എന്നുള്ള ഞാൻ ഐക്കണൊക്കെ ചെയ്തുകൊണ്ട് ആ ഐക്കണോട് കൂടി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നോ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ചാനലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് 2 ട്രിപ്പ് ക്രോം ഇത്തരത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെന്താ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 2 ട്രിപ്പ് ചോദിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്ട് വരും, ഒന്നും കൂടി ന്യൂ പേജ് എടുക്കുക, ന്യൂ ടാബ് എടുക്കുക. എന്നിട്ട് studio.youtube.com എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ ക്രിയേറ്റ് ഹെൽപ്പ് മലയാളം എന്നുള്ള അതാണ് വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പുതിയ പേജാണ് വന്നിരിക്കുന്നത്. ഞാൻ മൊബൈലിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. വളരെ വ്യക്തമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ വെരിഫൈ ചോദിക്കുന്നുണ്ട്, നമ്മുടെ തന്നെയാണോ എന്നുള്ള ഒരു വെരിഫിക്കേഷൻ ആണ്. അത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ID പാസ്വേഡോ കൊടുക്കേണ്ടതുണ്ട്. അത് ഇത്തിരി കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ 0 സബ്സ്ക്രൈബ്സിന്റെ ആ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. നമ്മുടെ ചാനൽ പുതിയതായത് കൊണ്ട് തന്നെ ആരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത്തരത്തിൽ ഇവിടെ ഓരോ ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. എന്താണെന്നുള്ളതൊക്കെ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഓരോ ഓപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിലായതുകൊണ്ട് പറഞ്ഞു തരും. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു പൂത്തിരി കത്തിക്കുന്ന പോലെ ഒരു ചിഹ്നമുണ്ട്, കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചാനലിന്റെ അടിസ്ഥാനമായിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഞാൻ ലോഗോ, അതായത് പിക്ചർ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബാനർ വെച്ചിട്ടില്ല. കണ്ടോ, ഈ ബാനർ വെക്കണം. നെയിം ഇവിടെ ക്രിയേറ്റർ ഹെൽപ്പ് മലയാളം എന്ന് തന്നെയാണ് ചാനലിന്റെ നെയിം. പിന്നെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ല. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ എഴുതണം കേട്ടോ, ഇതൊക്കെ ചാനലിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ഞാൻ ലോഗോ വെക്കാൻ വേണ്ടി ഇവിടെ അപ്ലോഡ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ കണ്ടോ, ക്രിയേറ്റ് ഹെൽപ്പ് മലയാളം എന്ന് ഞാൻ ഇവിടെ ലോഗോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തു തരാം. അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഈ ഒരു പിക്ചർ എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ലോഗോ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞുതരാം.
അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു ചാനൽ ബാനർ, ഓക്കെ, ചാനൽ ബാനർ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡണ്ണ് കൊടുത്തു. ഓക്കെ, ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചാനൽ ബാനർ ഓക്കെ ആയി. ഓക്കെ ശേഷം ഇതെല്ലാം ചെയ്ത ശേഷം ഇവിടെ പബ്ലിഷ് എന്നുണ്ട്, ഇത് ചെയ്യാൻ മറക്കരുത്. പബ്ലിഷ് ചെയ്താലേ അത് സേവ് ആവുള്ളൂ. അപ്പൊ നമ്മൾ അത് പ്രത്യേകം മറക്കരുത്. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് മറന്നിട്ട് ബാക്ക് പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നത്. ഡിസ്ക്രിപ്ഷൻ എഴുതുക, ആഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഞാനിവിടെ ക്യാൻസൽ ചെയ്യുന്നു. ചാനൽ URL ഇത് നിങ്ങൾ എപ്പോഴും കോപ്പി ചെയ്യുക. ഈ ചാനൽ URL എപ്പോഴും കോപ്പി ചെയ്ത് ഒരു ഡയറിയിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൊബൈലിൻ്റെ തന്നെ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ചാനൽ URL മസ്റ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ചാനൽ URL ഇത് തന്നെ ആയിരിക്കണം കേട്ടോ. ചാനൽ URL ഇങ്ങനെയുള്ള കാര്യം തന്നെ ആയിരിക്കണം, കണ്ടോ, എഴുതിയിട്ടുള്ള, അല്ലാണ്ട് നിങ്ങളുടെ നെയിമോട് കൂടിയിട്ടുള്ള കാര്യമല്ല. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. തുടക്കക്കാരായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ലിങ്ക്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മറ്റുള്ള ലിങ്ക്, ഫേസ്ബുക്കോ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് 5 എണ്ണം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ഇൻഫോയിൽ നിങ്ങളുടെ Gmail ID കൊടുക്കാൻ പറ്റും. ഈ Gmail ID ഒരിക്കലും ചാനലിന്റെ Gmail ID കൊടുക്കരുത്. നിങ്ങൾക്ക് അനദർ Gmail ID, ഏതെങ്കിലും കൊളാബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടണം, മെസ്സേജ് ഒക്കെ ഇടണം എന്നുള്ളവർക്ക് ആ ഒരു മെയിൽ ID ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, Gmail ID കൊടുക്കുക. പിന്നെ ഇവിടെ വാട്ടർമാർക്ക്, ഇവിടെ നിങ്ങളുടെ ചെറിയൊരു ഫോട്ടോ എന്തെങ്കിലും വാട്ടർമാർക്ക് അപ്ലോഡ് ചെയ്താൽ മതി. 1:1 ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ള ആ ഒരു റേഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ പബ്ലിക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ചെയ്തത് എന്താ, ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ, ആ ഒരു ബാനർ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതെല്ലാം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമ്മൾ സെറ്റിങ്സ്, ഏറ്റവും താഴെ സെറ്റിങ്സിന്റെ ഓപ്ഷൻ ഉണ്ട്, ഇതിൽ പോവുക. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം ചാനൽ എന്നുള്ള ഓപ്ഷനിൽ തന്നെ പോവാം. ജനറലായിട്ട് ഇവിടെ USD വന്നിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ കറൻസി ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും, അത് നിങ്ങൾ USD സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, USDയിലാണെങ്കിൽ നമുക്ക് ഡോളറിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കാണിക്കുക, അല്ലെങ്കിൽ റുപ്പീസ് ആണ് കാണിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ USD സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ പോകാം. ചാനൽ ബേസിക് ഇൻഫോ ആണ്. ബേസിക് ആയിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ് കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി എന്നുള്ളവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇന്ത്യ, ഞാൻ വേഗം ഇന്ത്യ എടുക്കുന്നു. ഇന്ത്യ എടുത്തു എടുത്ത ശേഷം ഇവിടെ കീവേഡ്, നമ്മുടെ ചാനലിന് അനുയോജ്യമായിട്ടുള്ള കീവേഡ്. ഇപ്പൊ എൻ്റെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം അങ്ങനെയുള്ള ചാനലായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ചാനലിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതുമായിട്ടുള്ള കീവേഡുകൾ, ട്രാവലിംഗ് ആണെങ്കിൽ ട്രാവലിംഗ്, കേരള ട്രാവലിംഗ്, കേരള ഫുഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് കീവേഡുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് കൊടുക്കാം. കേരള എന്ന് കൊടുക്കാം, കേരള ഫുഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡാവുന്നതായിരിക്കും കണ്ടോ, ഇത്തരത്തിൽ ആഡാവുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കുറെ കൊടുക്കാം കേട്ടോ. ഇവിടെ കണ്ടോ, ഈ 500 വേർഡ്സ് വരെ കൊടുക്കാം. ഇതിൽ ഒരു പരിധി ഉണ്ട്, 500 വേർഡ്സ് വരെ കൊടുക്കാം. അല്ലാണ്ട് നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് കൊടുക്കും, മറ്റുള്ളവരുടെ ലിങ്ക് കൊടുക്കും, അതൊന്നും തെറ്റിദ്ധാരണയിൽ വീഴരുത്. നിങ്ങളുടെ ചാനൽ ലിങ്ക് കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ ചാനലിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് കിട്ടാത്തത്, ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ കീവേഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചാനൽ ലിങ്ക് ഒന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, കീവേഡുകൾ ഇവിടെ കോമ ഇട്ടിട്ട് ഇത്തരത്തിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോമ ഇടുന്ന എന്തിനാണ്, സെപ്പറേറ്റ് വരാനാണ്. ഓക്കെ, ഈ ഒരു 2 കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കുക. പിന്നെ ഇവിടെ നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോവുക. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ കിഡ്സിന്റെ വീഡിയോസ് ആണോ, അതല്ല കിഡ്സിന് വേണ്ടി മാത്രമുള്ള വീഡിയോസ് ആണോ, അങ്ങനെയുള്ളതാണ്. അല്ല, ഞാൻ കിഡ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളത് ഇടുന്നുണ്ട് വെച്ചാൽ പിന്നെ റിവ്യൂവിന് വേണ്ടി വേണ്ട. 3ാമത്തെ ഓപ്ഷൻ ഐ വാണ്ട് ടു റിവ്യൂ ചെയ്യാനുള്ളതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ല, ഞാൻ കിഡ്സിനെ അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക, സെൻറ്ററിലുള്ള നോ എന്ന് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് ഒന്നും കൊടുക്കരുത്. ഓക്കെ, ഇത് ഡിസേബിൾ ചെയ്യേണ്ടതാണ്, ഇതൊന്നും ചെയ്യരുത് കേട്ടോ. ഇതിൽ കാണിക്കുന്ന പോലെ ക്ലിപ്പ്, നിങ്ങൾക്ക് ക്ലിപ്പാക്കിയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കണ്ടന്റ് ടിക്ക് മാർക്ക് കൊടുത്തോളൂ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ 2 എണ്ണം ക്വാളിറ്റിൻ്റെയാണ്, അത് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്തോളൂ. വീഡിയോയുടെ യൂട്യൂബിന്റെ വിഷ്വൽ ക്വാളിറ്റിൻ്റെയാണ്, അത് കുഴപ്പമില്ല. തേർഡ് പാർട്ടി ട്രെയിനിങ്ങിന്റെ, ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കൊടുത്ത ശേഷം സേവ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫീച്ചർ എലിജിബിലിറ്റിയിൽ പോവുക. ഇവിടെ നമ്മൾ ചാനൽ തുടങ്ങിയതിന്റെ അവിടെ നിങ്ങളുടെ ഫസ്റ്റത്തെ കാര്യം നമ്മുടെ ഡണ്ണാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റത്തെ കാര്യം ഡണ്ണാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രത്യേകമൊന്നുമില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ വരെ തന്നിട്ടുണ്ട്. ഇനി 2ാമത്തെയാണ് കണ്ടോ, ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എന്നുള്ള ഈ 2ാമത്തെ ഓപ്ഷൻസിൽ ഇത് നമ്മൾ 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കസ്റ്റം തമ്പനയിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ വീഡിയോയുടെ മുമ്പിൽ ഒരു ഡോർ എന്ന് പറയുന്ന പോലെ ഒരു പിക്ചർ വെക്കും വീഡിയോയുടെ മുന്നിൽ. കാരണം ആളുകളുടെ മുന്നിലേക്കൊക്കെ ആ ഒരു തമ്പനയിലാണ് എല്ലാവരുടെ മുന്നിലേക്ക് പോവുക. ആ തമ്പനയിൽ കണ്ടിട്ടാണ് പലവരും വീഡിയോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക്
ആ തമ്പനിയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമ്പർ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ട് ആ ഒരു ഫോൺ നമ്പർ കൊടുത്താലാണ് ഈ ഒരു വെരിഫിക്കേഷൻ ഡൺ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ, ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിലും, തമ്പനിയിൽ വെക്കണമെങ്കിലും നമ്മൾ ഈ ഒരു ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇതിൽ ചെയ്യാത്തത് എനിക്ക് ഈ ചാനൽ കൊണ്ട്, അതായത് ഈ ചാനലിൽ വീഡിയോസ് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് നിങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഇത് ഡൺ ആവും. ഇതേപോലെ എനേബിൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതും വരും. ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്താൽ ഫോൺ നമ്പറിലോട്ട് OTP വരും. ആ OTP കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡൺ ആവും. ഓക്കെ, അപ്പൊ മുതൽ നിങ്ങൾക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടാം, ലൈവ് ചെയ്യാം, തമ്പനിയിൽ വെക്കാം. ഓക്കെ, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെയാണ്, ഇതിൽ നിങ്ങൾക്ക് വൺ ടൈം വെരിഫിക്കേഷൻ അഡ്വാൻസ് ഫീച്ചർ കിട്ടാൻ വേണ്ടി. അതായത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കണം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടോ, ഇവിടെ വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടണം കണ്ടോ, എലിജിബിൾ ടു അപ്ലൈ ഫോർ മോണിറ്റൈസേഷൻ. നിങ്ങളുടെ ചാനൽ എലിജിബിൾ ആയി. അതുപോലെ ഷോർട്സിന്റെ ലൈവ് സ്ട്രീമിംഗ്, ഡെയിലി ലൈവ് സ്ട്രീം, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ID വെച്ചിട്ട് വൺ ടൈം വെരിഫിക്കേഷൻ ആണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ Gmail IDയിൽ ഒരു ബാനർ കോഡ് വരും. അത് സ്കാൻ ചെയ്തുകൊണ്ട് അതിന് വൺ ടൈം വെരിഫിക്കേഷന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ തന്നെ ചെയ്തു വെക്കാം, എനേബിൾ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ 2 മാസം നിങ്ങളുടെ ചാനൽ പഴകി കഴിഞ്ഞാൽ 2 മാസത്തെ ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. 2 മാസം നിങ്ങളുടെ ചാനൽ ഓൾഡ് ആയി കഴിഞ്ഞാൽ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫേസ് ID വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡോ ID വെച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് ഫേസ് ID വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമെന്ന് ഇതിൽ കാണിക്കുക. അതിനനുസരിച്ച് ചെയ്താൽ മതി. വൺ ടൈം വെരിഫിക്കേഷൻ ഇത് മസ്റ്റായി ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ നോ പറഞ്ഞിട്ട് ആ ടൈമിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് മുന്നേ ചെയ്ത് വെച്ചാൽ ആ ഒരു ടെൻഷൻ ഇല്ല. മോണിറ്റൈസേഷൻ നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 1000 സബും 4000 വാച്ച് അവർ, അല്ലെങ്കിൽ 1000 സബും 10 മില്യൺ ഷോർട്സ് വ്യൂസും ആണ് യൂട്യൂബിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അത് ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യാത്തവരാണെങ്കിൽ അപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂവിൽ പോകും. 24 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു. അപ്പൊ ഈ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ളത്, വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്ത് അതും ഡൺ ആവുന്നതായിരിക്കും. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ സേവ് വന്നിരിക്കുന്നത്. അപ്പൊ ആ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സിന്റെ ആ ഒരു പണി കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റിംഗ്സിൽ തന്നെ വേറൊരു കാര്യങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. വളരെ സ്പീഡായി പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പീഡൊന്നും അല്ല, നോർമലായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. ചാനലിന്റെ ഞാൻ ഇത്ര നേരം പറഞ്ഞു തന്നു. ഇനി അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ളതിൽ നമുക്ക് നോക്കാം. അപ്ലോഡ് ഡിഫോൾട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബേസിക് ഇൻഫോയിൽ ഇവിടെ ടൈറ്റിൽ നമ്മൾ ഒന്നും കൊടുക്കണ്ട. ഈ ടൈറ്റിലൊക്കെ കൊടുത്താൽ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ആ വീഡിയോയ്ക്കൊക്കെ ഈ ടൈറ്റിൽ വരും. അതുകൊണ്ട് അത് കൊടുക്കണ്ട. കാരണം ഓരോ വീഡിയോയ്ക്ക് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ അത് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ചാനൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ. അത് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാം. വിസിബിലിറ്റി എന്നുള്ളവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, ഇവിടെ നമ്മൾ അൺലിസ്റ്റഡ് എന്ന് ആക്കി വെച്ചാൽ മതി. കാരണം ഇവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് പബ്ലിക് ആക്കരുത്, അൺലിസ്റ്റഡ് ആക്കി വെക്കുക. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട്, ചെക്കിംഗ് എന്നുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ടിക്ക് മാർക്ക് വീണിട്ട് ലാസ്റ്റ് ചെക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതും കൂടി ഡൺ ആയ ശേഷം മാത്രം നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതി. ഈ കാര്യം ശ്രദ്ധിക്കുക. ടാഗ്, അപ്പൊ ഈ ടാഗും നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. ഏതൊക്കെ വീഡിയോ ആണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ടാഗ് ഓപ്ഷൻ അവിടെ ബോക്സ് വരും, അപ്പൊ ചെയ്താൽ മതി. ഇതിലൊന്നും വേറെ ചെയ്യാനില്ല. പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ആണ്, ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ എല്ലാം വ്യക്തമായി പറഞ്ഞു തരും. വീഡിയോ ക്ഷമയോടെ കണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു കാര്യങ്ങൾ എവിടെയും പോയി ചോദിക്കാണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ലൈസൻസ് ഇതാണ് വേണ്ടത്. ഇവിടെ 2 ലൈസൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് കൊടുത്താൽ മതി, കോൺട്രിബ്യൂഷൻ കൊടുക്കരുത്. ഓക്കെ, പിന്നെ കാറ്റഗറി എന്തായാലും ഒരുപാട് പേര് കാറ്റഗറി ചൂസ് ചെയ്തിട്ടുണ്ടായില്ല. കാറ്റഗറി ചൂസ് ചെയ്യുക. ഇവിടെ ഒരുപാട് കാറ്റഗറി വരും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എന്താണ്, എഡ്യൂക്കേഷൻ പർപ്പസ് ആണോ, എഡ്യൂക്കേറ്റഡ് ആണോ, പീപ്പിൾ ആൻഡ് വ്ളോഗ് ആണോ, എന്താണ് നിങ്ങളുടെ കണ്ടന്റ്, കുക്കിംഗ് ആണോ, കുക്കിംഗ് ആണെങ്കിൽ ഔട്ട് ടു സ്റ്റൈല്, ട്രാവലിംഗ് ആണെങ്കിൽ പീപ്പിൾ ആൻഡ് വ്ളോഗ് ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോ, ട്രാവലിംഗ് എന്നുള്ളതുണ്ട്, ഗെയിമിംഗ് ഉണ്ട്, ഇങ്ങനെ സ്പോർട്സ് ഉണ്ട്, ട്രാവലിംഗ് ആൻഡ് ഇവന്റ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് കണ്ടന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാറ്റഗറി ചൂസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ചൂസ് ചെയ്യണം. ഞാൻ വെറുതെ ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത്. കാരണം ഈ ചാനൽ ഞാനൊന്നും ഇടാൻ പോകുന്നില്ല. ഇതെല്ലാം ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മിസ് ചെയ്യരുത്. പിന്നെ വീഡിയോ ലാംഗ്വേജ്, ഇവിടെ നിങ്ങളുടെ വീഡിയോയുടെ ലാംഗ്വേജ് ആണ് മലയാളം. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എന്താണ്, മലയാളം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുക.
ഇവിടെ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം വരുന്നതായിരിക്കും. ആ മലയാളം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്താണ്, അത് ചിലപ്പോൾ മംഗ്ലീഷ് ആയിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളതുണ്ട്, ഇംഗ്ലീഷ് ഇന്ത്യ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അറിയാണ്ട് അതും പോയിട്ട് ക്ലിക്ക് ചെയ്യില്ല ആരും. അതുകൊണ്ടാണ് ഇത് വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഇവിടെ കാണിച്ചു തരാം, ഇംഗ്ലീഷ് ഇന്ത്യ കണ്ടോ, ഇംഗ്ലീഷ് ഇന്ത്യ കണ്ടോ, ഇത് ഞാൻ സെലക്ട് ചെയ്തു കണ്ടോ, ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കമന്റ് ഓൺ ചെയ്ത് മതി. അതായത് മറ്റുള്ളവർ കമന്റ് ഒക്കെ ചെയ്യുന്നത് കാണണം, വിസിബിലിറ്റി ആയി കാണണം എന്നുള്ളവർക്ക് ഓൺ ചെയ്തിടാം. മോഡറേഷൻ എന്നുള്ളവിടെ ബേസിക് ഒക്കെ കൊടുത്താൽ മതി, ബേസിക് എന്ന് തന്നെ ആയാൽ മതി. പിന്നെ ക്യാപ്ഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളവിടെ നണ്ണെന്ന് കൊടുത്താൽ മതി. ഇതിലൊന്നും ചെയ്യേണ്ട, ഇതൊക്കെ ഓക്കെയാണ്. കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ പിന്നെ ഇവിടെ ഏറ്റവും താഴെ ഷോ ഹൗ മെനി വ്യൂസ് ആൻഡ് ലൈക്സ് ദിസ് വീഡിയോ, അതായത് നമ്മുടെ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള, വ്യൂവേഴ്സ് കാണണോ, മറ്റുള്ളവർ കാണണോ എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തോളൂ. എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല കാര്യം തന്നെ. നമ്മുടെ വീഡിയോയ്ക്ക് ആളുകൾ, ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഫാമിലി ഒരുപാട് പേര് ലൈക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ നല്ലൊരു വീഡിയോ ആണ് എന്നുള്ളതാണ് ആ ലൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ലതാണെന്ന് തോന്നണമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പൊ ലൈക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അല്ല, ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവ് എന്നുള്ള കൊടുക്കുക. ഓക്കെ, ഈ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിങ്സും കൂടി ഡൺ ആയി. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സെറ്റിങ്സിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ സെറ്റിങ്സിലാണ് രണ്ട് കാര്യങ്ങൾ, ചാനൽ ജനറൽ ചെയ്തു, വീഡിയോ അപ്ലോഡ്സ് ചെയ്തു. പിന്നെ പെർമിഷൻ ഒന്നും ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പെർമിഷൻ നമ്മൾ ചാനൽ മറ്റുള്ളവർക്കും കൂടി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊന്നും ഇപ്പൊ നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഒരു ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ക്രോം വഴി വേണമെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിൽ വരും. ഇതിലൂടെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ തമ്പനയിലും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രോമിലൂടെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, ക്രോമിലൂടെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തമ്പനയിൽ വെക്കാം, ടൈറ്റിൽ വെക്കാം. അതുപോലെ നിങ്ങൾ സെറ്റിംഗ്സിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ വരും. അല്ല യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നും വരാറില്ല. അതുകൊണ്ടാണ് ക്രോമിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ അതിൽ ഓട്ടോമാറ്റിക്കായി അപ്ലൈ ആവുന്നതായിരിക്കും. ഓക്കെ, അതായത് ആ ഡിസ്ക്രിപ്ഷൻ സെറ്റിംഗ്സ് കേട്ടോ. ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒക്കെ ഓൾറെഡി ഏതിലൂടെ അപ്ലോഡ് ചെയ്താലും നിങ്ങളുടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പുതുതായിട്ട് ഒരാൾ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവും. ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇതിലൂടെ തന്നെ ഏകദേശം ഞാൻ നല്ല ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ചാനൽ തുടങ്ങേണ്ട ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം എന്തുകൊണ്ടാണ് വ്യക്തികളിൽ ഉണ്ടാവുന്നത്, അത് ഇതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു വേളയിൽ നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലി ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഇക്ക ഒരു ചാനൽ തുടങ്ങണമെന്ന്. എന്താണ് ഇതാണ്ട ഇക്ക, എനിക്ക് പൈസ കിട്ടി, ഇത്രയും സന്തോഷം വേറെ ഇല്ല, എല്ലാത്തിനും ഒരുപാട് നന്ദി ഇക്ക. ഞാൻ ആദ്യം അറിയിക്കുന്നത് ഇക്കയാണ്, കാരണം എനിക്ക് നേടാൻ എന്നെ സഹായിച്ചത് ഇക്കയാണ്. ഫസ്റ്റത്തെ പേയ്മെന്റ് കണ്ടോ, 8400 റുപ്യ കിട്ടിക്ക, വളരെ സന്തോഷം, കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ ആയിരക്കണക്കിന് പേർക്ക് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചാനൽ മുന്നോട്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജം, ഒരു എന്താ പറയുക, അവരുടെ മനസ്സിലൊരു ഊർജം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവാണ്, എൻ്റെ കഴിവല്ല. ഞാനൊരു നിമിത്തം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു എന്നുള്ളൂ. ഇതെല്ലാം അപ്ലൈ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ഒരു വഴി കാണിച്ച് തരിക എന്നാണ്. നിങ്ങളുടെ കഴിവിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേയ്മെന്റ് കിട്ടി, ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി, യൂട്യൂബിൽ ഇങ്ങനെ സക്സസ് ആയി, പ്ലേ ബട്ടൺ കിട്ടി, ഞാൻ ഇന്ന പോലെയൊക്കെ അച്ചീവ്മെന്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ചാനൽ കൊണ്ട് നടക്കുന്നതിൽ എനിക്കൊരു തൃപ്തി കിട്ടുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഫാമിലി പറയുമ്പോഴാണ്. അല്ലേ, നമ്മൾ എന്തൊരു സർവീസ് ചെയ്തു കൊടുത്തിട്ടും ആ ഒരു സർവീസ് വഴി അവരുടെ ചാനൽ പുരോഗതിയിൽ എത്തുന്നുണ്ടെങ്കിൽ കണ്ടോ, പ്ലേ ബട്ടൺ കിട്ടിയതിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഫാമിലിക്ക് ഇത്തരത്തിൽ കിട്ടിയെന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനൽ വളരെ സക്സസ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ ജീവിത കാഴ്ചപ്പാട് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസ ഈ 2026 പുതുതായിട്ടുള്ള എല്ലാവർക്കും ചാനൽ തുടങ്ങണം എന്നുള്ളതും ചാനൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുന്നവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്നും കൂടി ഈ വേളയിൽ ഞാൻ ആശംസിക്കുകയാണ്.
വീണ്ടും ചാനലിലൂടെ നല്ല നല്ല വീഡിയോ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും. ഒരുപാട് ഗ്യാപ്പ് എടുത്തു എന്ന് അറിയാം. യൂട്യൂബ് ചാനലിൽ വീഡിയോ പറയുന്ന ഒരാളായിട്ട് പോലും എനിക്ക് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്കൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ, യൂട്യൂബ് എന്നല്ല സോഷ്യൽ മീഡിയയിൽ ഏതൊരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നല്ലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക, നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയായിട്ട് മാറുക, നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വിജയിപ്പിക്കാൻ സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള വിചാരത്തോടു കൂടി ചാനൽ തുടങ്ങുക. തളർത്താൻ 1000 പേരുണ്ടാവും, പക്ഷെ നമ്മൾ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. വേറെ ആരുടെയും വാക്കുകൾ കേൾക്കരുത്. നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഊർജ്ജം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.